ജൂലൈ 2020 കറണ്ട് അഫയേഴ്സ്. ഇന്ത്യൻ നാവികസേനയുടെ ഏറ്റവും വലിയ സൗരോർജ്ജ പ്ലാന്റ് നിലവിൽ വന്നത് ഏഴിമല അക്കാദമി, കണ്ണൂർ. ആദ്യമായി സബ് ഇൻസ്പെക്ടർമാരുടെ പാസിംഗ് ഔട്ട് പരേഡ് ഓൺലൈനായി നടത്തിയ സംസ്ഥാനം കേരളം. 2020 റിപ്പോർട്ട് പ്രകാരം വനവിസ്തൃതി വർദ്ധിപ്പിക്കുന്നതിൽ ഒന്നാം സ്ഥാനത്ത് നിൽക്കുന്ന രാജ്യം ചൈന. ഇന്ത്യയിലെ കാർഗിൽ വിജയ ദിവസമായി ആചരിക്കുന്നത് ജൂലൈ 26 ഏറ്റവും മികച്ച ഇലക്ട്രിക് ബോട്ട് നൽകുന്ന ഗസ്റ്റേവ് ട്രോഫെ അവാർഡ് നേടിയ കേരളത്തിൽ നിന്നുള്ള ബോട്ട് ആദിത്യ സൗരോർജ്ജ ബോട്ട്. 2020 ഇന്ത്യൻ പ്രീമിയർ ലീഗ് ഏത് രാജ്യത്ത് വെച്ചാണ് നടക്കുന്നത്? UAE. ഏത് രാജ്യത്തിൻ്റെ പ്രഥമ ചൊവ്വ ദൗത്യമാണ് Tianwen-1? ചൈന. ദേശീയ പ്രക്ഷേപണ ദിനം ജൂലൈ 23. Tianwen-1 ആണ് ചൈന. ദേശീയ പ്രക്ഷേപണ ദിനം നാഷണൽ ബ്രോഡ്കാസ്റ്റിംഗ് ഡേ ജൂലൈ 23. ഇന്ത്യയിലെ ഏറ്റവും വലിയ സ്വകാര്യ തുറമുഖ കമ്പനി അദാനി പോർട്സ് ഗ്രൂപ്പ്. ഇന്ത്യയിലെ ആദ്യ സമ്പൂർണ്ണ സമ്പർക്കരഹിത കാർ പാർക്കിംഗ് സംവിധാനം നിലവിൽ വന്ന വിമാനത്താവളം രാജീവ് ഗാന്ധി അന്താരാഷ്ട്ര വിമാനത്താവളം, ഹൈദരാബാദ്. സമ്പൂർണ്ണ സമ്പർക്കരഹിത കാർ പാർക്കിംഗ് ഹൈദരാബാദിലാണ് രാജീവ് ഗാന്ധി അന്താരാഷ്ട്ര വിമാനത്താവളം. സംസ്ഥാനത്തെ ആദ്യ മാലിന്യമുക്ത ശുചിത്വ മുനിസിപ്പാലിറ്റി വടകര. സോ സ്റ്റേറ്റ്സ് ഫസ്റ്റ് മാലിന്യമുക്ത ശുചിത്വ മുനിസിപ്പാലിറ്റിയാണ് വടകര. ഉപഭോക്തൃ സംരക്ഷണ നിയമം 2019 നിലവിൽ വന്നത് 2020 ജൂലൈ 20 2020 ജൂലൈ 20. ഗോത്രവിഭാഗത്തിലെ വിദ്യാർത്ഥികൾക്കായി സമഗ്ര ശിക്ഷ കേരള ഒരുക്കിയ ഓൺലൈൻ പഠന ക്ലാസ്സാണ് മഴവിൽ പൂവ്. ഓക്സ്ഫോർഡ് സർവകലാശാല വികസിപ്പിക്കുന്ന കോവിഡ് വാക്സിനാണ് AZD1222. വിദ്യാർത്ഥികളുടെ മാനസികാരോഗ്യം ക്ഷേമം എന്നിവ ലക്ഷ്യമിട്ട് മാനവശേഷി വികസന മന്ത്രാലയത്തിൻ്റെ പുതിയ പദ്ധതിയാണ് മനോദർപ്പൺ ഫോർ സ്റ്റുഡൻസ്. ലോക ചാന്ദ്ര ദിനമായിട്ട് ആചരിക്കുന്നത് ജൂലൈ 21 ആണ്. 721 7 × 3 = 21. വേൾഡ് ലൂണാർ ഡേ. നിർമ്മിത ബുദ്ധി പാഠ്യപദ്ധതി ഉൾപ്പെടുത്താൻ CBSE ഏത് കമ്പനിയുമാണ് സഹകരിക്കുന്നത്? സോ IBM ആൻഡ് CBSE. കഴിഞ്ഞ ദിവസം അന്തരിച്ച ജോൺ ലൂയിസ് ഒരു മനുഷ്യാവകാശ പ്രവർത്തകനാണ്. ഇന്ത്യയിൽ ആദ്യത്തെ ചാർജിംഗ് പ്ലാസ നിലവിൽ വന്നത് ന്യൂഡൽഹിയിലാണ്. 2020 സ്പാനിഷ് ഫുട്ബോൾ ലാലിഗ കിരീടം നേടിയത് റിയൽ മാഡ്രിഡ്. അയ്യങ്കാളി നഗര തൊഴിലുറപ്പ് പദ്ധതിയുടെ പുതുക്കിയ നിരക്ക് 291 രൂപ. ഉപയോക്താക്കൾ അവരുടെ അനുമതിയില്ലാതെ പ്രീമിയം സേവനങ്ങൾ വരിക്കാരാക്കി പണം തട്ടുന്ന മാൽവെയർ ജോക്കർ. ഇന്ത്യൻ റെയിൽവേയുടെ ആദ്യത്തെ കേബിൾ സ്റ്റേഡ് പാലം അഞ്ചിഘട്ട്, ജമ്മു കാശ്മീർ. കേരളത്തിലായത് COVID-19 പ്ലാസ്മ ബാങ്ക് സ്ഥിതി ചെയ്യുന്നത് മഞ്ചേരി. ലോകത്തിൽ ആദ്യമായി ഓട്ടോണമസ് ഇലക്ട്രിക് ഫെറികൾ നിർമ്മിക്കുന്ന കപ്പൽശാല കൊച്ചിൻ ഷിപ്പ്യാർഡ് ലിമിറ്റഡ്. ഓട്ടോണമസ് ഇലക്ട്രിക് ഫെറീസ് കൊച്ചിൻ ഷിപ്പ്യാർഡ് ലിമിറ്റഡ് ആദ്യമായിട്ടാണ് അങ്ങനെ നിർമ്മിക്കുന്നത് ലോകത്തിൽ തന്നെ. കേരളത്തിലെ ആദ്യ വനിതാ എക്സൈസ് ഇൻസ്പെക്ടർ സജിത. ഫസ്റ്റ് വുമൺ എക്സൈസ് ഇൻസ്പെക്ടർ സജിത. BCCIയുടെ പുതിയ ഇടക്കാല CEO ഹെമാങ് അമീൻ. ഹൂസ് ദാറ്റ്? BCCIയുടെ നോട്ട് വെരി ഇമ്പോർട്ടൻറ്റ്. 2020 ഗബ്രിയേൽ മാർക്കസ് പുരസ്കാരം നേടിയത് പെരുമ്പടവം ശ്രീധരൻ. ബിരുദ പഠനം പൂർത്തിയാക്കുന്ന പെൺകുട്ടികൾ കോളേജ് കഴിയുമ്പോൾ പാസ്പോർട്ട് നൽകാൻ തീരുമാനിച്ച സംസ്ഥാനമാണ് ഹരിയാന. സിംഗപ്പൂരിൻ്റെ പ്രധാനമന്ത്രിയായ ലീ സൈൻ ലൂം. ലോക ജനസംഖ്യ ദിനമായി നമ്മൾ ആചരിക്കുന്നത് ജൂലൈ 11. 1987 തോന്നുന്നു. ഐ ഡോണ്ട് നോ കറക്റ്റായിട്ട്. ജൂലൈ 11. ഇന്ത്യയിൽ ആദ്യമായി ലോക് അദാലത്ത് നടത്തിയ സംസ്ഥാനം ഇലക്ട്രിക് ലോക് അദാലത്ത് ഛത്തീസ്ഗഡ് ഓൺലൈനായിട്ട്. പാകിസ്ഥാനിലെ ആദ്യ ഹിന്ദു ക്ഷേത്രം നിലവിൽ വരുന്ന നഗരം ഇസ്ലാമാബാദ്. കാലിക്കറ്റ് സർവകലാശാലയുടെ പുതിയ വൈസ് ചാൻസലർ ഡോക്ടർ MK ജയരാജ്. കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി വൈസ് ചാൻസലർ ജയരാജ്. ലോകത്തെ ഏറ്റവും വലിയ ക്യാമറ ട്രാപ്പിംഗ് വന്യജീവി സർവ്വേ നടത്തി ഗിന്നസ് റെക്കോർഡ് ഇടം പിടിച്ച രാജ്യം ഇന്ത്യ. അടുത്തിടെ ഇന്ത്യയിൽ നിന്നുള്ള സ്വകാര്യ TV ചാനലുകൾക്ക് വിലക്കേർപ്പെടുത്തിയ രാജ്യം നേപ്പാൾ. മാനസിക സംഘർഷം അനുഭവിക്കുന്ന കുട്ടികൾക്ക് സംരക്ഷണം പകരം കേരള സർക്കാർ തുടങ്ങിയ പദ്ധതിയാണ് ചിരി ഫോർ ചിൽഡ്രൻസ്. അടുത്തിടെ നിലവിൽ വന്ന മലങ്കര ജലസേന പദ്ധതി സ്ഥിതി ചെയ്യുന്ന ജില്ല ഇടുക്കി. ഐക്യരാഷ്ട്രസഭയുടെ അംഗീകാരമുള്ള ആഗോള ആയുധ വ്യാപാര ഉടമ്പടിയിൽ എത്ര രാജ്യങ്ങൾ അംഗങ്ങളാണ്? 107. ഏഷ്യയിലെ ഏറ്റവും വലിയ സോളാർ പവർ പ്ലാന്റ് രേവ ഇന്ത്യ. സോ ഇറ്റ് ഈസ് ബിഗ്ഗസ്റ്റ് വൺ ഇൻ ഏഷ്യ, രേവ ഇന്ത്യ. കേരള ഡിജിറ്റൽ സർവകലാശാലയുടെ പ്രഥമ വൈസ് ചാൻസലർ ഡോക്ടർ സജി ഗോപനാഥ്. സോ ദർ ഇസ് എ ഡിജിറ്റൽ യൂണിവേഴ്സിറ്റി ആൻഡ്
സജി ഗോപിനാഥാണ് ചാൻസലർ, വൈസ് ചാൻസലർ, ഫസ്റ്റ് വൈസ് ചാൻസലർ. ഇന്ത്യയിലെ ഏറ്റവും നീളം കൂടിയ ചരക്ക് തീവണ്ടി ശേഷ് നാഗ്. എല്ലാ വീടുകളിലും LPG ഗ്യാസ് കണക്ഷൻ ലഭ്യമാക്കിയ ഇന്ത്യയിലെ ആദ്യ സംസ്ഥാനമാണ് ഹിമാചൽ പ്രദേശ്. ഇന്റർനാഷണൽ ഫിനാൻഷ്യൽ സർവീസസ് സെൻറ്റർ അതോറിറ്റിയുടെ ആദ്യ ചെയർമാൻ ഇൻഡജി ശ്രീനിവാസ്. അപ്പോൾ ഇന്റർനാഷണൽ ഫിനാൻഷ്യൽ സർവീസ് സെൻറ്റർ അതോറിറ്റിയുടെ ആദ്യ ചെയർമാനാണ് ഇൻഡജി ശ്രീനിവാസ്. ഇന്റർനാഷണൽ. ഫ്രാൻസിൻ്റെ പുതിയ പ്രധാനമന്ത്രി ജീൻ കാസ്റ്റെക്സ്. സംസ്ഥാനത്തെ മികച്ച സഹകരണ ആശുപത്രികളുടെ കേരള സർക്കാർ പുരസ്കാരം നേടിയ ആശുപത്രി NS സഹകരണ ആശുപത്രി, കൊല്ലം. ദ ബെസ്റ്റ് കോഓപ്പറേറ്റീവ് ഹോസ്പിറ്റൽ NS, കൊല്ലം. 2020 ധർമ്മചക്ര ദിനം ജൂലൈ 4/7/4. 1,00,000 മില്ലി യൂണിറ്റ് വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്ന ഇന്ത്യയിലെ ആദ്യത്തെ ജലവൈദ്യുത നിലയമാണ് മൂലമറ്റം വൈദ്യുത നിലയം. 1,00,000 മില്യൺ യൂണിറ്റ്. അന്താരാഷ്ട്ര സഹകരണ ദിനം ജൂലൈ 4. ഇന്റർനാഷണൽ കോഓപ്പറേറ്റീവ് ഡേ ജൂലൈ 4/7/4. പൊതുവിദ്യാഭ്യാസ നിലവാരം മെച്ചപ്പെടുത്താനുള്ള ലോകബാങ്ക് സർവശിക്ഷ അഭിയാനം ചേർന്നുള്ള പദ്ധതിയാണ് സ്റ്റാർസ്. വേൾഡ് ബാങ്ക് ആൻഡ് സർവശിക്ഷ അഭിയാൻസസ് സ്റ്റാർസ്. കേരളത്തിലെ പുതിയ വന്യജീവി സങ്കേതമാണ് കരിമ്പുഴ വന്യജീവി സങ്കേതം. PC മഹലനോബിസ് അവാർഡ് നേടിയ മുൻ RBI ഗവർണർ C രംഗരാജൻ. പ്രവാസികളുടെ പുനരധിവാസവും സമഗ്ര വികസനവും ലക്ഷ്യമിട്ട് കേരള സർക്കാർ തുടങ്ങിയ പദ്ധതിയാണ് ഡ്രീം കേരള. പ്രവാസികളുടെ പുനരധിവാസവും സമഗ്ര വികസനവും ഡ്രീം കേരള. 21ാം നൂറ്റാണ്ടിൽ ഏറ്റവും മൂല്യമുള്ള ഇന്ത്യൻ ടെസ്റ്റ് താരമായി വെസ്റ്റേൺ മാഗസിൻ തിരഞ്ഞെടുത്തത് രവീന്ദ്ര ജഡേജയെ. കഴിഞ്ഞ ദിവസം അന്തരിച്ച വെസ്റ്റ് ഇൻഡീസ് ക്രിക്കറ്റിൻ്റെ പിതാവ് എന്നറിയപ്പെടുന്ന എവർട്ടൺ വീക്കസ്. വ്യാജവാർത്തകൾ നിയന്ത്രിക്കുന്നതിനായി ഫാക്ട് ചെക്ക് ഡിവിഷൻ ആരംഭിച്ച സംസ്ഥാനം കേരളം. ഫാക്ട് ചെക്ക് ഡിവിഷൻ. ദേശീയ ഡോക്ടേഴ്സ് ദിനം ജൂലൈ 1. ഐ തിങ്ക് BC റോയുടെ ജന്മദിനമാണ്. ബിപിൻ ചന്ദ്ര റോയ്. അപ്പോൾ നാഷണൽ ഡോക്ടേഴ്സ് ഡേ ജൂലൈ 1/7/1. സമുദ്ര മത്സ്യോൽപ്പന്നങ്ങളിൽ 1ാം സ്ഥാനം ഉള്ള സംസ്ഥാനം ഉൽപ്പാദനത്തിൽ തമിഴ്നാട്. ഇന്റർനാഷണൽ ക്രിക്കറ്റ് കൗൺസിലിൻ്റെ എലൈറ്റ് പാനലിൽ എത്തുന്ന ഏറ്റവും പ്രായം കുറഞ്ഞ അമ്പയർ നിതിൻ മേനോൻ. അപ്പോൾ മലയാളിയായ നിതിൻ മേനോനാണ് എലൈറ്റ് പാനലിൽ എത്തുന്ന ഏറ്റവും പ്രായം കുറഞ്ഞ അമ്പയർ. 2020 കോമൺവെൽത്ത് ചെറുകഥാ പുരസ്കാര വിജയി കൃതിക പാണ്ഡെ കോമൺവെൽത്ത് ചെറുകഥാ പുരസ്കാര വിജയിയാണ്. പെൻ ഹെമിംഗ്വേ അവാർഡ് നേടിയത് ആരാണ്? രുചിക തോമറാണ്. കൃതിക പാണ്ഡെക്ക് ലഭിച്ചത് കോമൺവെൽത്ത് ചെറുകഥാ പുരസ്കാരമാണ്. Now we can practice some questions for how much we understand this GK. അപ്പോൾ കേരളത്തിലെ പുതിയ വന്യജീവി സങ്കേതമാണ് കരിമ്പുഴ. ടോക്കിംഗ് അബൌട്ട് കരിമ്പുഴ. മലപ്പുറത്തെ ന്യൂ അമരമ്പലം സംരക്ഷിത വനവും വടക്കേക്കോട്ട മലവാരം നിക്ഷിപ്ത വനവും അടങ്ങുന്ന നീലഗിരി ജൈവവൈദ്യ മേഖലയിലെ 227 ചതുരശ്ര കിലോമീറ്റർ ഭാഗമാണ് കരിമ്പുഴ വന്യജീവി സങ്കേതമായി മാറ്റിയെടുത്തത്. സംസ്ഥാനത്തെ 18ാമത്തെ വന്യജീവി സങ്കേതമാണ് കരിമ്പുഴ 18. വ്യാജവാർത്തകൾ നിയന്ത്രിക്കാനായി ഫാക്ട് ചെക്ക് ഡിവിഷൻ ആരംഭിച്ച സംസ്ഥാനമാണ് കേരളം. സമുദ്ര മത്സ്യോൽപാദനത്തിൽ 1ാം സ്ഥാനത്തുള്ള സംസ്ഥാനം തമിഴ്നാട്. കേരളം 3ാം സ്ഥാനത്താണ്. PC മഹലനോബിസ് അവാർഡ് നേടിയ മുൻ RBI ഗവർണർ C രംഗരാജൻ. ലോക ജനസംഖ്യാ ദിനമായി ആചരിക്കുന്നത് ജൂലൈ 11/7/11. 21ാം നൂറ്റാണ്ടിൽ ഏറ്റവും മൂല്യമുള്ള ഇന്ത്യൻ ടെസ്റ്റ് താരമായി വെസ്റ്റേൺ മാഗസിൻ തിരഞ്ഞെടുത്തത് സർ രവീന്ദ്ര ജഡേജ. ശ്രീലങ്ക ഇതിഹാസ സ്പിന്നർ മുത്തയ്യ മുരളീധരനാണ് 1ാമത്. ലോകതാരങ്ങളിൽ 2ാമതാണ് രവീന്ദ്ര ജഡേജ. ദേശീയ ഡോക്ടേഴ്സ് ദിനം ജൂലൈ 1. ബിധാൻ ചന്ദ്ര റോയുടെ ജന്മദിനമാണ് ജൂലൈ 1 ഡോക്ടേഴ്സ് ഡേ ആയിട്ട് ആചരിക്കുന്നത്. പശ്ചിമ ബംഗാളിൻ്റെ 2ാമത്തെ മുഖ്യമന്ത്രിയും 1961 ഭാരത ജേതാവുമാണ്. പ്രവാസികളുടെ പുനരധിവാസവും സമഗ്ര വികസനം ലക്ഷ്യമിട്ട് കേരള സർക്കാർ പദ്ധതിയാണ് ഡ്രീം കേരള. എബ്രഹാം ചെയർമാനായിട്ട് ഒരു കൗൺസിൽ രൂപീകരിക്കുന്നുണ്ട്. ദ യൂസിങ് ഓഫ് വിദേശികളെ എന്ന് പറഞ്ഞാൽ നമ്മുടെ പ്രവാസികളെ നല്ലൊരു സംരംഭം തുടങ്ങാൻ വേണ്ടി ഉപയോഗിക്കാൻ.
അവരുടെ ടെക്നിക്കൽ നോളജ് യൂസ് ചെയ്യാൻ. വെസ്റ്റ് ഇൻഡീസ് ക്രിക്കറ്റിൻ്റെ പിതാവ് എന്നറിയപ്പെടുന്നത് എവർട്ടൺ വീക്കേഴ്സ്. ഇന്റർനാഷണൽ ക്രിക്കറ്റ് കൗൺസിലിൻ്റെ എലൈറ്റ് പാനലിലെത്തുന്ന ഏറ്റവും പ്രായം കുറഞ്ഞ അമ്പയറാണ് നിതിൻ മേനോൻ. ICC എലൈറ്റ് പാനലിലെത്തുന്ന മൂന്നാമത്തെ ഇന്ത്യക്കാരാണ് നിതിൻ മേനോൻ. S. വെങ്കിട്ടരാഘവൻ, S. രവി എന്നിവരാണ് മറ്റുള്ളവർ. വെങ്കിട്ടരാഘവൻ, രവി, നിതിൻ മേനോൻ. 2020 ധർമ്മചക്ര ദിനമാണ് ജൂലൈ 7/4. എല്ലാ വർഷവും ജൂലൈ മാസത്തിലെ ആദ്യ പൗർണമി ദിവസമാണ് ധർമ്മചക്ര ദിനമായി ആഘോഷിക്കുന്നത്. ഓക്കെ, സോ ചേഞ്ച് ചെയ്യും. ജൂലൈ 4 ആയിരിക്കില്ല എപ്പോഴും. ഇപ്പോൾ ഗൗതമ ബുദ്ധനുമായി റിലേറ്റ് ചെയ്തുള്ള ഒരു സംഭവമാണ് ധർമ്മചക്ര ദിനം. അടുത്തിടെ ഇന്ത്യയിൽ നിന്നുള്ള സ്വകാര്യ TV ചാനലുകൾക്ക് വിലക്കേർപ്പെടുത്തിയ രാജ്യമാണ് നേപ്പാൾ. ഇന്ത്യയിൽ ആദ്യമായി ലോക് അദാലത്ത് നടത്തിയ സംസ്ഥാനമാണ് ഛത്തീസ്ഗഡ്. ഫ്രാൻസിൻ്റെ പുതിയ പ്രധാനമന്ത്രി ജീൻ കാസ്റ്റെക്സ്. ഫ്രാൻസിൻ്റെ പ്രസിഡന്റ് സ്റ്റിൽ ഇമാനുവൽ മാക്രോൺ. പ്രധാനമന്ത്രി ജീൻ കാസ്റ്റെക്സ്. പൊതുവിദ്യാഭ്യാസ നിലവാരം മെച്ചപ്പെടുത്താനുള്ള ലോകബാങ്കും സർവശിക്ഷ അഭിയാനം ചേർന്ന പദ്ധതിയാണ് സ്റ്റാർസ്. സ്ട്രെങ്തനിങ് ടീച്ചിങ് ലേണിംഗ് ആൻഡ് റിസർച്ച് ഫോർ സ്റ്റേറ്റ്സ് പ്രോഗ്രാം എന്നാണ് സ്റ്റാർസിൻ്റെ പൂർണ്ണനാമം. കേരളം, ഹിമാചൽ പ്രദേശ്, മധ്യപ്രദേശ്, മഹാരാഷ്ട്ര, ഒഡീഷ, രാജസ്ഥാൻ എന്നീ സംസ്ഥാനങ്ങളിലെ 6-12 അടക്കമുള്ള വിദ്യാർത്ഥികൾക്കാണ് പദ്ധതിയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അടുത്തിടെ നിലവിൽ വന്ന മലങ്കര ജലസേന പദ്ധതി സ്ഥിതി ചെയ്യുന്നത് ഇടുക്കിയിലാണ്. ആയിരത്തി 1974 മലങ്കര പദ്ധതി നിലവിൽ വരുന്നത്. സംസ്ഥാനത്തെ മികച്ച സഹകരണ ആശുപത്രികൾ കേരള സർക്കാർ പുരസ്കാരം നേടിയത് NS സഹകരണ ആശുപത്രി, കൊല്ലം. എല്ലാ വീടുകളും LPG ഗ്യാസ് കണക്ഷൻ ലഭ്യമാക്കിയ ആദ്യ സംസ്ഥാനം ഹിമാചൽ പ്രദേശ്. ഐക്യരാഷ്ട്രസഭയുടെ അംഗീകാരമുള്ള ആഗോള ആയുധ വ്യാപാര ഉടമ്പടിയിൽ എത്ര രാജ്യങ്ങളാണ് അംഗമായിട്ടുള്ളത്? 107. ഇന്റർനാഷണൽ ഫിനാൻഷ്യൽ സർവീസ് സെൻറ്റർ അതോറിറ്റിയുടെ ആദ്യ ചെയർമാൻ ഇൻഡജി ശ്രീനിവാസ്. ഗുജറാത്തിലെ ഗാന്ധിനഗർ ആസ്ഥാനം. അയ്യങ്കാളി നഗര തൊഴിലുറപ്പ് പദ്ധതിയുടെ പുതുക്കിയ നിരക്ക് 291 രൂപ. സോ ലുക്കിംഗ് അറ്റ് ദിസ് ഫാക്ട്, ഗുജറാത്തിലെ ഗാന്ധിനഗറാണ് ഇതിൻ്റെ ആസ്ഥാനം. സോ ഇൻ്റർനാഷണൽ ഫിനാൻഷ്യൽ സർവീസ് സെൻറ്റർ എന്ന പേരുണ്ടെങ്കിലും അതൊരു ഗുജറാത്തിലെ ഗാന്ധിനഗറിലുള്ള ഇന്ത്യൻ സംരംഭമാണ്. ഇൻഡജി ശ്രീനിവാസ് ലീഡർ. അയ്യങ്കാളി നഗര തൊഴിലുറപ്പ് പദ്ധതി ആരംഭിച്ച് 2010. അയ്യങ്കാളിയുടെ പേര് പോസ്റ്റ് സ്റ്റാമ്പിൽ ഇറക്കിയത് 2002. കാലിക്കറ്റ് സർവകലാശാലയുടെ പുതിയ വൈസ് ചാൻസലർ MK ജയരാജ്, കാലിക്കറ്റ്. സിംഗപ്പൂരിൻ്റെ പ്രധാനമന്ത്രി ലീ സൈൻ ലൂങ്. കണ്ടിന്യൂസ്ലി ഹീസ് ബിക്കം പ്രൈം മിനിസ്റ്റർ ഫോർ 4 times. ലീ സൈൻ ലൂങ്. കേരളത്തിലെ ആദ്യത്തെ COVID-19 പ്ലാസ്മ ബാങ്ക് സ്ഥിതി ചെയ്യുന്നത് മഞ്ചേരി. മലപ്പുറം ജില്ലയിൽ മഞ്ചേരി മെഡിക്കൽ കോളേജിൽ പ്ലാസ്മ ബാങ്ക് COVID-19. ലോകത്തെ ഏറ്റവും വലിയ ക്യാമറ ട്രാപ്പിംഗ് വന്യജീവി സർവേ നടത്തി ഗിന്നസ് റെക്കോർഡ് ഇടം നേടിയത് ഇന്ത്യയാണ്. ബിരുദപഠനം പൂർത്തിയാകുന്ന പെൺകുട്ടികൾ കോളേജ് കഴിയുമ്പോൾ പാസ്പോർട്ട് നൽകാൻ തീരുമാനിച്ച സംസ്ഥാനം ഹരിയാന. 2020 ഗബ്രിയൽ മാർക്കസ് പുരസ്കാരം നേടിയത് പെരുമ്പടം ശ്രീധരൻ. കേരള സർക്കാർ നൽകുന്ന ഒരു അവാർഡാണത്. കേരളത്തിൽ ആദ്യ വനിതാ SS ഇൻസ്പെക്ടർ സജിത മഠത്തിലാണ്. ഉപയോക്താക്കൾ അവരുടെ അനുമതിയിലുള്ള പ്രീമിയം സേവനങ്ങൾ അമേരിക്കയിലേക്ക് പണം തട്ടിയെടുക്കുന്ന മാൽവെയറാണ് ജോക്കർ. BCCയുടെ പുതിയ ഇടക്കാല CEO, നോട്ട് വെരി ഇമ്പോർട്ടൻറ്റ്, ജസ്റ്റ് ഇടക്കാല CEO ആണ്. ഇപ്പോൾ വേറെ വ്യക്തി ആയിക്കാണ്. 2020 ഇന്ത്യൻ പ്രീമിയർ ലീഗ് ഏത് രാജ്യത്ത് വെച്ചാണ് നടക്കുന്നത്? UAE, യുണൈറ്റഡ് അറബ് എമിറേറ്റ്സ്. 2014 ഇതിനു മുമ്പ് മത്സരം നടത്തിയത്. ഇന്ത്യയിലെ ആദ്യ ചാർജിംഗ് പ്ലാസ നിലവിൽ വന്നത് എവിടെ?
ന്യൂഡൽഹി 4 ഇലക്ട്രിക് കാർസ്. വിദ്യാർത്ഥികളുടെ മാനസികാരോഗ്യം ലക്ഷ്യം എന്നിവ ലക്ഷ്യമിട്ട് മാനവ വിഭവശേഷി വികസന മന്ത്രാലയത്തിൻ്റെ പുതിയ പദ്ധതിയാണ് മനോദർപ്പൺ. വിദ്യാർത്ഥികളുടെ മാനസികാരോഗ്യം മനോദർപ്പൺ. മനസ്സിൻ്റെ കണ്ണാടി എന്നല്ല, അതുകൊണ്ട് മനസ്സാണ്. മനോദർപ്പൺ. ദേശീയ പ്രക്ഷേപണ ദിനം നാഷണൽ ബ്രോഡ്കാസ്റ്റിംഗ് ഡേ. ജൂലൈ 23 ആണ് നാഷണൽ ബ്രോഡ്കാസ്റ്റിംഗ് ഡേ. 723. ലോകത്തിലെ ആദ്യമായി ഓട്ടോണമസ് ഇലക്ട്രിക് ഫെറികൾ നിർമ്മിക്കുന്ന കപ്പൽശാലയാണ് കൊച്ചിൻ ഷിപ്പ്യാർഡ് ലിമിറ്റഡ്. ലോകത്തിലാദ്യമായി. നോർവേയിലെ ആസ്കോ മാരിടൈമുമായിട്ട് സഹകരിച്ചാണ് നടക്കുന്നത്. ഗോത്രവിഭാഗത്തിലെ വിദ്യാർത്ഥികൾ സമഗ്ര ശിക്ഷ ഒരുക്കിയ ഓൺലൈൻ പഠന ക്ലാസ്സാണ് മഴവിൽ പൂവ് ഫോർ ഗോത്ര വിഭാഗം. പണിയ, കുറുമ, കാട്ടുനായ്ക്ക്, അടിയ, ഊരാളി, കുറിച്ച് ഭാഷകളാണ് ഓൺലൈൻ ക്ലാസ് നടക്കുക. ഏത് രാജ്യത്തിൻ്റെ പ്രഥമ ചൊവ്വ ദൗത്യമാണ് ടിയാൻവെൻ-1? ചൈന. മാർസ് മിഷൻ. ഇന്ത്യയിലെ ഏറ്റവും വലിയ സ്വകാര്യ തുറമുഖ കമ്പനിയാണ് അദാനി പോർട്സ് ഗ്രൂപ്പ്. നിർമ്മിത ബുദ്ധി പാഠ്യപദ്ധതി ഉൾപ്പെടുത്തും CBSE ഏത് കമ്പനിയാണ് സഹകരിക്കുന്നത്? IBM. ഇൻ്റർനാഷണൽ ബിസിനസ് മിഷൻസ് എന്നാണ് IBMൻ്റെ ഫുൾ ഫോം. കഴിഞ്ഞ ദിവസം അന്തരിച്ച ജോൺ ലൂയിസ് ഈസ് എ മനുഷ്യാവകാശ പ്രവർത്തകൻ. റിപ്പോർട്ട് പ്രകാരം വനവിസ്തൃതി വർദ്ധിപ്പിക്കുന്ന 1ാം സ്ഥാനത്ത് നിൽക്കുന്ന രാജ്യം ചൈന. ചൈന ഇസ് ദ നമ്പർ 1 ഫോർ ഇൻക്രീസിങ് ഫോറസ്റ്റ് ഏരിയ. FAO ആണ് വിലയിരുത്തുന്നത്. ഇന്ത്യ 3ാം സ്ഥാനത്തുണ്ട്. വിദ്യാർത്ഥികളുടെ മാനസികാരോഗ്യ ക്ഷേമം എന്ന ലക്ഷ്യമിട്ട് മാനവവിഭവശേഷി വികസന മന്ത്രാലയത്തിൻ്റെ പുതിയ പദ്ധതിയാണ് മനോദർപ്പൺ. വിദ്യാർത്ഥികളുടെ മാനസികാരോഗ്യവും ക്ഷേമവും. മനോദർപ്പൺ. കേന്ദ്ര സർക്കാർ. ദേശീയ പ്രക്ഷേപണ ദിനം 723 ജൂലൈ 23. ഇന്ത്യയിലെ ആദ്യ സമ്പൂർണ്ണ സമ്പർക്കരഹിത കാർ പാർക്കിംഗ് സംവിധാനം നിലവിൽ വന്നത് ഹൈദരാബാദിലെ രാജീവ് ഗാന്ധി അന്താരാഷ്ട്ര വിമാനത്താവളമാണ്. ഇവിടെ തന്നെ നോക്കിയാൽ കാണാൻ പറ്റും. ഛത്രപതി ശിവാജി അന്താരാഷ്ട്ര വിമാനത്താവളം മുംബൈയിലാണ്. അതെല്ലാവർക്കും അറിയാം. ചെന്നൈ അന്താരാഷ്ട്ര, അത് നോക്കേണ്ട കാര്യമില്ല. ഇന്ദിരാഗാന്ധി അമ്മയുടെ വിമാനത്താവളം ഡൽഹിയിലും മോൻ്റേത് ഹൈദരാബാദിലുമാണ്. അപ്പോൾ ദേശീയ പ്രക്ഷേപണ ദിനം ജൂലൈ 23. വിദ്യാർത്ഥികളുടെ മാനസികാരോഗ്യം ക്ഷേമം എന്നിവ ലക്ഷ്യമിട്ട് മാനവ വിഭവശേഷി വികസന മന്ത്രാലയത്തിൻ്റെ പുതിയ പദ്ധതിയാണ് മനോദർപ്പൺ. So thanks for watching.